ഹലോ മച്ചന്മാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ടർബോയുടെ രണ്ടാം ദിനത്തെ കളക്ഷനിലേക്ക് നമുക്ക് കടന്നു വരാം. 999 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 999 ഷോകളിൽ നിന്ന് 2,51,00,000 രൂപയോളമാണ് സിനിമ ഇതുവരെ രണ്ടാം ദിനം നേടിയിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ആദ്യ ദിനത്തിനേക്കാളും ചെറിയ ഇടിവുണ്ട്. ആദ്യ ദിനം സിനിമ 6,20,00,000 രൂപയാണ് നേടിയിരുന്നതെങ്കിൽ ഇന്ന് ലഭിക്കാൻ പോകുന്നത് ഏകദേശം 4,50 കോടിയോളമായിരിക്കും എന്നുള്ളതാണ് അറിയുന്നത്. പ്രൊജക്റ്റഡ് ആയിട്ട് ട്രാക്കേഴ്സ് പറയുന്നത് 3,66,00,000 ആയിരിക്കും. അതായത് ഏകദേശം 4,50 കോടിക്ക് അടുത്തായിരിക്കും കേരള കളക്ഷൻ. 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമേ സിനിമ 11 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ടുള്ള സിനിമയുടെ കളക്ഷൻ പുറത്തു വരികയും 17,30,00,000 രൂപയാണ് ആദ്യ ദിനം നേടിയതെന്ന് അറിയാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാം ദിവസവും സമാനമായ രീതിയിൽ തന്നെയായിരിക്കും സിനിമയുടെ കളക്ഷൻ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് GCC രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെല്ലാം തന്നെ അവധി ആയതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ടുള്ള തിരക്കാണ്. കൂടുതൽ ഷോകൾ ആഡ് ചെയ്യുന്നു. ഓരോ 15 മിനിറ്റിലും ഷോകൾ ആഡ് ചെയ്യുന്നു എന്നുള്ളത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അവിടെയെല്ലാം ഹൗസ്ഫുള്ളാണ് വരുന്നത്. ചരിത്രത്തിൽ റെക്കോർഡ് തൂക്കിക്കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് 1 മില്യൺ തൂക്കിയിരുന്നു ഇന്നലെ ടർബോ. ഇന്നൊരു പക്ഷേ അതിൻ്റെ മുകളിലേക്ക് GCCയിൽ നിന്ന് മാത്രമായി പോകാനുള്ള ചാൻസുകൾ കാണുന്നു. വേൾഡ് വൈഡായിട്ട് 70ഓളം രാജ്യങ്ങളിൽ ഇറങ്ങിയ ഈ ഒരു സിനിമ ഇന്നും ഇന്നലത്തേന് സമാനമായിട്ടുള്ള കളക്ഷൻ നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും കനത്ത ഡീഗ്രേഡിങ് ഇന്ന് നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ അതിൻ്റെ കളക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനോടകം തന്നെ ഏറെയും പ്രേക്ഷകർ അതിഗംഭീരമെന്ന് വിധി എഴുതിയിരിക്കുന്നു ഈ ഒരു സിനിമയെ. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസും എല്ലാവർക്കും ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നു. ഒപ്പം മമ്മൂട്ടിയുടെ ഈ ഒരു അഴിഞ്ഞാട്ടം മലയാളികൾ പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് തന്നെ എല്ലാവരും കൈയടിക്കുന്നു. പ്രത്യേകിച്ച് ഹേറ്റേഴ്സ് പോലും സമ്മതിക്കുന്നു ഈ ഒരു ഏജിൽ ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് മമ്മൂട്ടിക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇതേ ഏജിൽ ഇനിയും വരുന്ന നടന്മാർ പലർക്കും എത്താനുണ്ട് ഈ ഒരു ഏജിലേക്ക്. അവരുണ്ടാകുമോ എന്ന് തന്നെ അറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ കഴിയുമോ എന്ന് തന്നെ സംശയം എന്നല്ല, ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ പോലും പറയുന്നത്. എന്തായാലും മമ്മൂട്ടിയുടെ ഈ 73-ാം വയസ്സിലെ അഴിഞ്ഞാട്ടം ജനങ്ങൾ കൈയടിച്ച് സ്വീകരിക്കുകയാണ്. ഫാസ്റ്റസ്റ്റ് 50 crore ക്ലബിലേക്ക് സിനിമ എത്തുകയാണ്. ശനി ഞായർ ദിനങ്ങളിൽ കൊലത്തൂക്ക് പ്രതീക്ഷിക്കാം. ആദ്യ ദിനം 74% രണ്ടാം ദിവസം ഇതുവരെയുള്ളത് 55% ഒക്യുപ്പൻസിയാണ്. 1,655 ഷോകളായിരുന്നു ആദ്യ ദിവസം ചാർട്ട് ചെയ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് 1000-നടുത്താണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്താണേലും ഇന്നലെ 224 എക്സ്ട്രാ ഷോസ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഇന്ന് 150-ന് മുകളിലുള്ള എക്സ്ട്രാ ഷോസ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിധി എഴുതുന്നത്. എന്താണേലും കാത്തിരിക്കാം. മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ മറ്റൊരു വമ്പൻ ഹിറ്റ് അടിക്കുന്നു. തുടർച്ചയായിട്ടുള്ള വമ്പൻ വിജയമായി വരുന്നു. താങ്ക് യു ബ്രോസ്. കമൻസുകൾ പ്രതീക്ഷിക്കുന്നു.